വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ സമാധാന പ്രേമികൾക്കും വളരെയധികം സമാധാനം കിട്ടുന്ന ഒരു വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത്. അമേരിക്ക ഇറാൻ വാർ ഏകദേശം ഏറെക്കുറെ തീർത്തെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാനാണെങ്കിൽ സമാധാന ട്രീറ്റിയിൽ സൈൻ ചെയ്യാൻ റെഡിയാണെന്ന്, സൈൻ ചെയ്തിട്ടില്ല, പക്ഷേ അവർ അതിന് തയ്യാറാണെന്നുള്ള ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. സോ ദ ബേസിക് ക്വസ്റ്റ്യൻ അറൈസസ്, വാട്ട് വാസ് ദ വാർ ഫോർ? എന്തിനായിരുന്നു ഇങ്ങനെയൊരു യുദ്ധം? ഇസ്രായേലിന് വേണ്ടിയാണെങ്കിലോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാലും എന്തൊക്കെയായിരുന്നു ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ? ആസ് എ കൺട്രി അമേരിക്ക അല്ലെങ്കിൽ നമ്മുടെ ഇസ്രായേൽ എന്തൊക്കെയാണ് ഈ വാറിൽ നിന്ന് നേടിയത്? ഇതിൽ ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളിലും 3 കാര്യങ്ങളാണ് ബേസിക്കലി ആൾക്കാർ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് തിങ് ഇറ്റ്സ് ദ സോഷ്യൽ തിങ്സ്, അല്ലെങ്കിൽ സാമൂഹികപരമായി എന്തു നേടി. സെക്കൻഡ് തിങ് ഈസ് എക്കണോമിക്കലി, സമ്പദ്ഘടനയിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമായോ അല്ലെങ്കിൽ അതിനെ അഗെയിൻസ്റ്റായോ പ്രവർത്തിച്ചോ. പിന്നെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായി. ആസ് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഓർത്തഡോക്സ് ദ ഐഡിയ ഓഫ് വാർ തന്നെ, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ എഫക്ട്സ് ഓഫ് വാർ. ഈ യുദ്ധത്തിൽ നിന്ന് ആർക്ക് എന്ത് കിട്ടി? അമേരിക്ക ജയിച്ചോ? ഇസ്രായേൽ ജയിച്ചോ? അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ നേടിയോ? അവർ ഫസ്റ്റ് യുദ്ധം തുടങ്ങിയത് ആരെങ്കിലും കൊല്ലാനോ അല്ലെങ്കിൽ സ്കൂളിൽ ബോംബിട്ട് കുട്ടികളെ കൊല്ലാനൊന്നല്ല. അവർ പറഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ കയ്യിൽ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള മാസീവായിട്ടുള്ള യുറേനിയം ഉണ്ട്. ആ യുറേനിയം അവർക്ക് കിട്ടിയോ? നോ. ദ ആൻസർ ഈസ് എ ബിഗ് നോ. കിട്ടിയിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. ആ ഒരു സാധനം കിട്ടിയിട്ടില്ല. പിന്നെ എന്താണ് ഈ വാർ കൊണ്ടുണ്ടായത്? മാർക്കറ്റുകളോ? നമ്മൾ കണ്ടു ഈ ഒരു യുദ്ധമുണ്ടായപ്പോൾ ലോകത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള മാർക്കറ്റുകൾ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അത് ഓയിൽ മാർക്കറ്റ് ആയിക്കോട്ടെ, വാട്ട് എവർ ദ ട്രേഡ് ഈസ്, എല്ലാം പൊട്ടിത്തകർന്ന് നശിച്ചിട്ടുണ്ട്. ആകെ കുറച്ച് പ്രൈസ് കൂടിയിട്ട് വന്നിട്ടുള്ളത്, എല്ലാത്തിനും പ്രൈസ് കൂടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു നോർമൽ ഒരു ബാരലിന് 50-60 റിയാൽ ഉണ്ടായിരുന്ന ഓയിൽ കയറിപ്പോയിട്ടുണ്ട്. കുറച്ച് പ്രൈസ് വൈസ് കുറച്ച് നല്ലവണ്ണം കയറിയിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അതായിരുന്നു ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം? ഈ ഒരു വാർ തുടങ്ങിയിട്ടുള്ള സോ കോൾഡ് ആൾക്കാർ ഇത് തുടങ്ങുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്? ആൻഡ് നൗ ടുഡേ വെൻ ദേ ആർ സൈനിങ് ദ സമാധാന സോ കോൾഡ് പീസ് ട്രീറ്റി ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട്? ഒരു ചെറിയൊരു വാർത്ത നോക്കിക്കൊണ്ട് നമുക്കിതിനെ വിശകലനം ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ കണ്ടൊരു വാർത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ജിയോ പൊളിറ്റിക്കൽ മലയാളത്തിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. യുദ്ധ നഷ്ടപരിഹാരം ഇറാന് 25 ലക്ഷം കോടി രൂപ ലഭിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ദ ഡീറ്റെയിൽഡ് ഓഫ് ദിസ് വാർത്ത. ഈ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇതിൽ നിന്ന് ആർക്കാണ് കിട്ടിയത്, ആർക്കാണ് പോയത് എന്നുള്ളത് മനസ്സിലാവും. മേ ബി അമേരിക്ക അത്രയും ഉണ്ടാക്കിയിട്ടുണ്ടാവാം ബൈ മാർക്കറ്റ് വൈസ്. അതിൽ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ മോനായിട്ടുള്ള ജൂനിയർ ട്രംപും അതുപോലെ അദ്ദേഹത്തിൻ്റെ മരുമകനായിട്ടുള്ള ജെറാൾഡ് കുഷ്നറൊക്കെ ഒരുപാട് ബെറ്റിംഗ് ആപ്പിലും അതുപോലെ ഓൺലൈൻ മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനൻ ചെയ്തുകൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ഡോളർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ പറയുന്ന സോ കോൾഡ് റോത്ത്ഷൈൽഡ്, ഈ യുദ്ധത്തിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ തുടങ്ങിയിരുന്ന ഓർമ്മയുണ്ടോ? വീഡിയോസ് കണ്ടവർക്കറിയാം. റോത്ത്ഷൈൽഡ് ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഏകദേശം ഒരു 2-3-4 മാസം മുന്നേ ഏകദേശം അവർ ഫണ്ടുകളൊക്കെ സ്വിച്ച് ബോണ്ടുകളിലാക്കി ഇന്ത്യൻ മാർക്കറ്റ്സിൽ എത്തിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു 4 months ആയിരുന്നു 26-ലെ ഫസ്റ്റ് 4 months എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗോൾഡ് ക്രാഷ് ഉണ്ടായി, ടോട്ടൽ മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി, സെൻസെക്സ് തകർന്നടിഞ്ഞിരുന്നു. ഏകദേശം ഒരു സമയത്തൊക്കെ വാസ് ലൈക്ക് 7 lakh crore ഒക്കെ
പെർ ഡേ ട്രേഡിങ്ങിലൊക്കെ വൈപ്പ് ഔട്ടായി പോയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ട്രേഡ് മാർക്കറ്റ് വിശദമായി പഠിക്കുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലെറ്റ്സ് കം ടു ദ പോയിന്റ്. നമുക്ക് ഈ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു വാർത്ത പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇറാനുമായുള്ള സമാധാന കരാർ $300 ബില്യൺ, അതായത് 25 ലക്ഷം കോടി രൂപ നഷ്ടപരിഹാരം. വാർത്തകളിൽ വിശദീകരണവുമായി അമേരിക്കൻ ഉപരാഷ്ട്രപതി JD വാൻസ്. ഈ JD വാൻസിനെ എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും. JD വാൻസ് ആണ് ആദ്യം ഫസ്റ്റ് റൗണ്ടിൽ പാകിസ്ഥാനുമായി ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇസ്ലാമാബാദിലൊക്കെ പോയിട്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് തന്നെ ഊമ്പിപ്പോയി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ആളാണ് നമ്മുടെ JD വാൻസ്. ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ട്രംപിനേക്കാൾ ഈ യുദ്ധത്തിൽ താല്പര്യമുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ. അതായത് ഈ യുദ്ധം നിൽക്കരുത്, അല്ലെങ്കിൽ ഈ യുദ്ധം ഒരു തരത്തിലും നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു JD വാൻസിൻ്റെ പല ചെയ്തികളും. മീൻസ് ലൈക്ക് അത് ട്രംപിൻ്റെ ഓർഡർ പ്രകാരമായിരിക്കാം, എന്നാൽ കൂടി വളരെ ബിസിനസ് പരമായിട്ട് ഈ ഒരു JD വാൻസിന് ഈ യുദ്ധം നിലനിന്നാൽ വളരെ പ്രോഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരുന്നു വാൻസിൻ്റെ പ്രവൃത്തികൾ. ഓക്കെ, അവനെപ്പറ്റി പിന്നെ പറയാം. കിടക്കട്ടെ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സമാധാന കരാറിലെ സാമ്പത്തിക വ്യവസ്ഥകളെക്കുറിച്ച് ഉയർന്നു വന്ന വാർത്തകളിൽ വ്യക്തത വരുത്തി അമേരിക്കൻ ഉപരാഷ്ട്രപതി JD വാൻസ് രംഗത്തെത്തി. ഇതാണ് ഈ ഒരു വാർത്തയുടെ ബേസ്. നോക്കാം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധ നഷ്ടപരിഹാരമായി ഇറാന് $300 ബില്യൺ, ഏകദേശം 25 ലക്ഷം കോടി. ഓക്കെ, കൻ ഇമാജിൻ ഹൗ ബിഗ് ഈസ് ദ എമൗണ്ട് അമേരിക്ക നൽകുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. JD വാൻസ് പറയുന്നത് അതിനെക്കുറിച്ചാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നേരിട്ട് യാതൊരുവിധ തുകയും ഇറാന് നൽകില്ലെന്നും, ഓക്കെ, അമേരിക്ക ഈസ് നോട്ട് ഗോയിങ് ടു ഗിവ് എനി കൈൻഡ് ഓഫ് എമൗണ്ട്. ഈ $300 ലക്ഷം, $300 ബില്യൺ എന്ന് പറയുന്നത് അമേരിക്ക ഈസ് നോട്ട് ഗോയിങ് ടു ഗിവ് എന്നാണ് JD വാൻസ് പറയുന്നത്. അപ്പോൾ ആര് കൊടുക്കും? അതിൽ പറയുന്നത്, അതായത് അമേരിക്ക പറയുന്നത് ഈ $300 ബില്യൺ ഒരു പ്രത്യേക ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന $300 ബില്യൺ ഒരു പ്രത്യേക പുനർനിർമ്മാണ ഫണ്ടിൽ, they called it as റീകൺസ്ട്രക്ഷൻ ഫണ്ട്, പുനർനിർമ്മാണ ഫണ്ടിൽ നിന്ന് ഇറാന് സാമ്പത്തിക സഹായം ലഭിക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാണ് JD വാൻസ് വിശദീകരിച്ചത്. കരാറിലെ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ഇറാന് ഈ ഒരു എമൗണ്ട് കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അമേരിക്ക പറയുകയാണ്, ഞാൻ നേരിട്ടിട്ട് ഈ പറഞ്ഞ ഇറാന് ഒരു സാധനം കൊടുക്കൂല, $300 മില്യൺ ഇല്ല, 25 ലക്ഷം കോടിയുമില്ല, ഒരു സാധനവും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മ, ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരൊക്കെയാണെന്ന്. ഇറാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള UAE, അതുപോലെ ഇറാൻ അടിച്ച് തരിപ്പണമാക്കി കൊടുത്തിട്ടുള്ള അമേരിക്കൻ ബേസുകളുള്ള ഖത്തർ, സൗദി അറേബ്യ, കുവൈത്ത്, ഈ രാജ്യങ്ങൾ, ബഹ്റൈൻ്റെ മാർക്കറ്റ്, ബഹ്റൈൻ അമേരിക്കൻ്റെ മെയിൻ ആളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ കൺസോഷ്യം ഉണ്ടാക്കിയിട്ട് അവരെല്ലാം കൂടി ഒരു $300 മില്യൺ ഇറാന് വേണമെങ്കിൽ ഒരു നക്കാപ്പിച്ച നഷ്ടപരിഹാരമായി കൊടുക്കുന്നതാണ് JD വാൻസ്. ഈ അമേരിക്കക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ യുദ്ധം എന്തുകൊണ്ട് ഇത്രയും നീണ്ടതെന്നറിയോ? ഇത് അമേരിക്കക്കാർക്കുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അപാരമായ ഈഗോ. അനാവശ്യമായിട്ട് ആരാൻ്റെ തല്ലിൽ കൊണ്ട് ഇടപെട്ടതും പോരാ, ഇസ്രായേലിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ വിഷയമായിട്ടുള്ള സ്ഥലം കൈയടക്കലുമായി ബന്ധപ്പെട്ട് ഇറാൻ പണ്ടേ പറയുന്നുണ്ട്, ഇത് ഇസ്രായേലെ നീ തെമ്മാടി രാജ്യമാണെന്ന് നമുക്കറിയാം, നീ പാവപ്പെട്ട പലസ്തീനിൽ വന്നിട്ട് ആടെ സ്ഥലം ഒരു കുടിയേറ്റക്കാരെ പോലെ നാടോടികളെ പോലെ വന്നിട്ട് ടെൻ്റ് ഊറ്റി നിന്ന് നീ അവിടുന്ന് അടിച്ചടിച്ച് പലസ്തീൻ മൊത്തം നേടി ഗാസയിലെ ചെറിയൊരു സ്ഥലം വരെ അവർക്ക് പാവങ്ങളെല്ലാം കൂടി ഒരു മൂലക്ക് വന്നിട്ട് ഈ ആടെ നിന്നപ്പോൾ അവിടെയും നിൽക്കാൻ വിടൂല, അവിടുന്ന് നിങ്ങൾ അടിക്കുന്നു പറഞ്ഞിട്ട് അവിടെ അടിച്ചു. ഒന്നും പോരാഞ്ഞിട്ട് ലബനാനിൽ പോയിട്ട് അവിടെ അടിക്കുക, ജോർദാനിൽ വന്നിട്ട് ജോർദാനിലും അടിക്കുക. അപ്പോൾ ഈ തോന്നിവാസമൊന്നും കുറേ കാലം നമ്മൾ കണ്ടു നിൽക്കുന്നു. ഇനി പറ്റൂല എന്ന് ഇറാൻ കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചൊരുക്ക് ഇസ്രായേലിനുണ്ട്. അത് ഇസ്രായേൽ അന്നേരം പറയുന്നുണ്ട്, നീ ആരാ, നീ അങ്ങ് കിടക്കുന്ന, നീ ഇവിടെ നമ്മൾ അയൽവക്കക്കാർ തമ്മിലുള്ള പല പ്രശ്നങ്ങളുണ്ടാവും, ഞാൻ അടിക്കും.
ഇസ്രായേൽ എന്ന ഞാൻ പലസ്തീനെയും അടിക്കും, ഞാൻ ലബനാനെയും അടിക്കും, ഞാൻ ജോർദാനെ അടിക്കും, വേണം അടിച്ച് ഞാൻ സൗദി അറേബ്യ വരെ വന്നിട്ട് ഇനി ഇറാനെ അടിക്കും എന്നുള്ള രീതിയിലാണ് ഇസ്രായേലിൻ്റെ ഒരു ടോക്ക്. അപ്പോൾ ഇറാനാണെങ്കിൽ വളരെ സ്റ്റബേൺ ആൻഡ് റിജിഡായിട്ട് പറയുന്നുണ്ട്. ഇപ്പം അല്ല, ഒരു 30 വർഷത്തോളമായിട്ട് അവർ പറയുന്നുണ്ട്, ഇല്ല ഒരുത്തനെയും അടിക്കാൻ ഞങ്ങൾ വിടുകയില്ല, ഞങ്ങൾ നേരെ ഒരു കല്ല് വന്ന് വീണ അടിച്ച് തൂഫാനാക്കി തരുള്ളത്തിന്. പക്ഷേ നമ്മൾ ഈ യുദ്ധത്തിൽ കണ്ടത് അത് തന്നെയല്ലേ. നിഷ്പക്ഷമായിക്കൊണ്ട് ഒരു ചേരിയിലും നിൽക്കാതെ, മീൻസ് സോ കോൾഡ് US ഇസ്രായേൽ ചേരിയിലും വേണ്ട, സോ കോൾഡ് ഇറാൻ അല്ലെങ്കിൽ അതുപോലെ റഷ്യ ചൈന എന്ന് പറഞ്ഞിട്ടുള്ള നിഴൽയുദ്ധങ്ങൾ നടത്തുന്ന ഷാഡോ ഗെയിം നടത്തുന്ന അവരുടെ കൂടെയും വേണ്ട. യു സ്റ്റാൻഡ് ഇൻ എ മിഡിൽ, ഓക്കെ, ദെൻ യു വാച്ച് ദ ഗെയിം ആൻഡ് യു ക്യാൻ മേക്ക് എ ജഡ്ജ്മെൻറ്റ് or you can make an evaluation or you can do a performance appraisal whatsoever. പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് പെർഫോമൻസ് നോക്കിയിട്ട് അപ്രൈസ് ചെയ്യാൻ നോ വൺ ഈസ് ഗോയിങ് ടു ഹിയർ അവർ അഡ്വൈസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്സ് എ കോർപ്പറേറ്റ് തിങ്. സോ നമ്മളൊരു നോർമലായിട്ടുള്ളൊരു ഫ്രീ ഇവാലുവേഷൻ നടത്തുകയാണെങ്കിൽ, ഓക്കെ, നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് വാസ് നോട്ട് എ ഫെയർ ഗെയിം. ലൈക്ക് അമേരിക്ക എന്തിനു വേണ്ടിയാണോ യുദ്ധത്തിലേക്ക് വന്നത്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ ദേ ഹാവ് അറ്റാക്ഡ് 2 സ്കൂളുകളിൽ പരക്കെ ടോമഹാക്ക് മിസൈൽസൊക്കെ ഇട്ടിട്ട് തകർത്ത് തരിപ്പണായി കൊടുത്തിട്ടുണ്ടായിരുന്നു. 175 പെൺകുട്ടികൾ, സ്പെഷ്യലി ദറ്റ് ഇസ് എ ഗേൾസ് സ്കൂൾ, ആദ്യം അമേരിക്ക നിഷേധിച്ചിരുന്നത്. പിന്നെ അമേരിക്ക പറഞ്ഞു അതൊരു ഇറാൻ്റെ മിലിറ്ററി ബേസിലുള്ള സ്കൂളാണ്, അത് നമ്മൾ ഈ മിലിറ്ററി ബേസാന്ന് വിചാരിച്ച് അടിച്ചതാണ്. നോ വേ. അമേരിക്ക പോലൊരു രാജ്യം, ഇസ്രായേലിനെ പോലെ ടെക്നിക്കലി ഫാറ്റലായിട്ടുള്ളൊരു രാജ്യം, ടെക്നിക്കലി സോ കോൾഡ് ദ നമ്പർ 1 ആയിട്ടുള്ള അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കൺട്രോൾ ചെയ്യുന്ന സാറ്റലൈറ്റ് കൊണ്ട് കളിക്കുന്ന അമ്മാനമാടുന്ന അമേരിക്കക്ക് ഈ ആക്രമിക്കാൻ പോകുന്ന സ്ഥലം ഒരു സ്കൂളാണെന്നും അവിടെ 100-150 മേലെ കുട്ടികൾ, അവിടെയുള്ള ഓരോ കുട്ടികളുടെയും മുഖം വരെ സാറ്റലൈറ്റിൽ ഒപ്പിയെടുക്കുക അമേരിക്ക. ഇത് വ്യക്തമായി അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ടോമഹാക്ക് മിസൈൽ പ്രിസൈസ് മോണിറ്ററിങ് ലോഞ്ച് വെച്ചിട്ട് അടിച്ചു കൊടുത്തതാണ്. അതിൻ്റെ പേരിൽ വളരെയധികം ഒരു കോൺസ്പിറസി തിയറി, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരു നമുക്ക് പറയാം ഹാഫ് ഓഫ് ദ വേൾഡ്, മോർ ദാൻ 50% ഓഫ് ദ വേൾഡ് ബിലീവ്സ് ദാറ്റ് വാസ് ഫോർ എ സാക്രിഫൈസ്. അതൊരു തരത്തിലുള്ള ബലിയായിരുന്നു, നരബലി. ഇസ്രായേലിൻ്റെ സോ കോൾഡ് മരണത്തിൻ്റെ ദൈവമായ മോട്ടിനെയും അതുപോലെ അവരുടെ ഫെർട്ടിലിറ്റിയുടെ ഗോഡായിട്ടുള്ള ബാലിനെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർ നടത്തിയ ചോര, ദ ബ്ലഡ് സാക്രിഫൈസ് ആയിരുന്നു ആ ഒരു സാധനം. സ്റ്റാർട്ടിങ്ങിലുണ്ടായ, ഞാൻ യുദ്ധത്തിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് പറഞ്ഞത്. അങ്ങനെ അടിച്ച് ഒരുപാട് ഇറാനിലുള്ള സിവിലിയൻസിനെ അല്ലെങ്കിൽ പാവങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഞാൻ പാവങ്ങൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ കാരണം ഇറാനിലുള്ള കമാൻഡർമാരോ അല്ലെങ്കിൽ ഇറാനിലുള്ള ഈ പിന്നെ യുദ്ധത്തിന് നേരിട്ട് എന്താ പറയുക കമാൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് മരണപ്പെട്ടതെങ്കിൽ നമുക്ക് പറയാം യുദ്ധമാണ്, അപ്പുറം ഇപ്പുറം ആൾക്കാരും വയ്ക്കും. പക്ഷേ ഈ പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 5-6 വയസ്സുള്ള പെൺകുട്ടികൾ, യുദ്ധത്തിൽ പണ്ട് മുതലേ ചരിത്രാതീത കാലം മുതൽക്കേ നമ്മൾ കേൾക്കുന്ന ഒരു റൂളാണ്, നോ ലേഡീസ് ആൻഡ് ചിൽഡ്രൻ ഷുഡ് ബി ഹാംഡ് വൈൽ ദ വാർ. ഇത് ഏത് കാട്ടാളന്മാർക്ക് വരെയുള്ള ഒരു നീതിയാണ്. അതായത് ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൽ കുട്ടികളെയും സ്ത്രീകളെയും സ്പെയർ ചെയ്യുക, അവരെ ഒഴിവാക്കി വിടുക എന്നുള്ളത്. ഇവിടെ നടന്നിട്ടുള്ളത് ദ ബ്രൂട്ടൽ മേർഡേഴ്സ് ഓഫ് 175 ഡിവൈൻ ചിൽഡ്രൻ സാക്രിഫൈസ്. കുട്ടികളെ അറുത്തുകൊണ്ടാണ്, ബോംബിട്ട് തകർത്തുകൊണ്ടാണ് ഇവർ ഫസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് യുദ്ധത്തിൻ്റെ ഒരു ലക്ഷ്യങ്ങൾ നേടാനായില്ല. അവർക്ക് ആകെ പറ്റിയത് കുറച്ച് ബ്ലഡ് ഷെഡ് ഉണ്ടാക്കാൻ പറ്റി, കുറച്ച് ആൾക്കാരെ കൊല്ലാൻ പറ്റി, ഈ ഇറാൻ്റെ നേതാവായിട്ടുള്ള ഖമേനിയെ തട്ടാൻ പറ്റി, അതുപോലെ കുറച്ച് നേതാക്കൾ, കുറച്ച് പൊസിഷനിലുള്ള ആൾക്കാരെ കൊല്ലാൻ പറ്റി. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈസ് വാട്ട് ഈസ് ദ റിസൾട്ട്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് ആർക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യമാണ്. അമേരിക്കക്ക് കിട്ടിയത് ഒരു വലിയ അല്ലെങ്കിൽ ഒരു വലിയ രക്തത്തിൻ്റെ തടാകമാണ് അമേരിക്ക കിട്ടിയത്. ദേ ഏൺഡ് സം ഡെത്ത്.
അവർ കൊലപാതകം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്നാൽ ഇറാന് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഹാസ് ഏൺഡ് റെസ്പെക്റ്റ്, ഇറാൻ ഹാസ് ഏൺഡ് ഡിഗ്നിറ്റി. കാരണം നിങ്ങൾ ലോകത്തിൽ ഒരു ഫ്രീ സർവേ നടത്തുകയാണെങ്കിൽ അമേരിക്കൻസിനെ വരെ ഉപയോഗിച്ചു, ഇസ്രായേലികളെ വിട്ടേക്ക്. കാരണം അവർ ബൈ ബോൺ ഹെയ്റ്റുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരൊരിക്കലും നമുക്ക് ന്യൂട്രൽ എന്ന് പറയാൻ കഴിയില്ല. കാരണം വളരെ ചുരുക്കം പ്യുവർ ജ്യൂസ് ഉണ്ട്, ഇല്ല എന്നല്ല, എല്ലാത്തിലും നല്ല ആൾക്കാരുണ്ടാവും. അവർ ഈ യുദ്ധം അനാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ തെരുവുകളിൽ വരെ ഈ പ്രൊട്ടസ്റ്റിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളൊരു ഫ്രീ സർവേ നടത്തുവാണെങ്കിൽ വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് ദ വാർ എന്ന് ചോദിച്ചാൽ സോഷ്യൽ എഫക്റ്റ്, പൊളിറ്റിക്കൽ എഫക്റ്റ് പറയുകയാണെങ്കിൽ